എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ജാനകി നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഏതായാലും നന്ദുവിന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർത്ത് പരിഹരിക്കാൻ വേണ്ടിയാണ് നയനമോൾ ഇവിടെ 2 ദിവസം നിൽക്കാം എന്ന് പറഞ്ഞു പോകുന്നത്. ഇതിനു മുമ്പ് ചേച്ചിമാരുടെ കാര്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടിരുന്നത് നന്ദു അല്ലേ എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. ഈ സമയം നന്ദുവിൻ്റെ റൂമിലോട്ട് ചെല്ലുവാണ് നയന. അന്നേരം അവിടെ ആകെ വിഷമിച്ചിരിക്കുക നന്ദു. അന്നേരം ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്? ഞങ്ങൾ വന്നത് നീ അറിഞ്ഞു പോലും ഇല്ലല്ലോ, എന്താ പറ്റിയ നന്ദു എന്ന് ചോദിക്കും. അയ്യോ, നിങ്ങൾ വന്നായിരുന്നു, ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്ന് പറയുമ്പം, ദേ നിന്നെ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാ, എൻ്റെ കൂടെ അനിയും അനിയുടെ അമ്മയൊക്കെ ഉണ്ട്, നീ അങ്ങോട്ട് വന്നേ എന്ന് പറയും. അന്നേരം ഇല്ല ചേച്ചി, ഞാൻ വന്നില്ല, അവർ കല്യാണം വിളിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് പറയും. അപ്പം നയന പറയും, നീ എന്ത് സംസാരമാണ് ഈ പറയുന്നത്? അവർ കല്യാണം വിളിച്ചിട്ട് പോയിക്കോട്ടെ എന്നോ? എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ മാത്രമല്ല നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടെ അല്ലേ, എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എഴുന്നേറ്റ് വന്നേ എന്ന് പറയുമ്പം, ചേച്ചി എനിക്ക് ആരെയും അങ്ങനെ കാണുന്നു തോന്നുന്നു, ഇപ്പോൾ വലിയ ഇഷ്ടമല്ല എന്ന് പറയും. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അതെന്താ നിനക്ക് അങ്ങനെ? ഇത്ര നാളും അങ്ങനെയല്ലായിരുന്നല്ലോ, ഇതിപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നീ എൻ്റെ കൂടെ അങ്ങോട്ട് വന്നേ പറ്റുള്ളൂ. ഏതായാലും നിൻ്റെ ഫ്രണ്ട്സ് വീട്ടിലോട്ട് വന്നായിരുന്നു, അന്ന് അമ്മ അവരെ കണ്ട് സംസാരിച്ചു, എന്തോ സീരിയസ് വിഷയം എന്താണ് എന്ന് ഞാൻ ചോദിച്ചിട്ട് അമ്മ എന്നോട് പറഞ്ഞില്ല, അമ്മ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അതുപോലെ നീ എന്ത് കാര്യമാണെങ്കിലും എന്നോടെല്ലാം തുറന്നു പറയാമായിരുന്നല്ലോ, ഇപ്പം നീ അതും ചെയ്യുന്നില്ല, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ചേച്ചി എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് തന്നെയാണ് നന്ദു പറയുന്നത്. അന്നേരം പറയും, ഇതിപ്പോൾ എന്താണെങ്കിലും വേണ്ടില്ല, എനിക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി ചായ എടുക്കണം, അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് പോകുമ്പോൾ അവരോട് എന്തെങ്കിലും സംസാരിച്ചിരുന്നേ, നീ ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ നന്ദു പിന്നെ മടിച്ചു നിൽക്കും കേട്ടോ. പിന്നെ നയനെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി, ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞാൽ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് പോവാണ്. അങ്ങോട്ടേക്ക് ഇവർ രണ്ടുപേരോട് ചെല്ലുന്ന കാണുന്നതേക്കും ജാനകി പറയുന്നുണ്ട്, ആഹാ നന്ദു ഇവിടെ ഉണ്ടായിരുന്നു, എന്നിട്ടാണ് ഇങ്ങോട്ട് ഇതുവരെ ഇറങ്ങി വരാണ്ടിരുന്നത് എന്ന് ചോദിക്കും. അന്നേരം ഓ ഇല്ല, ഞാൻ വെറുതെ അവിടെ ഇരിക്കുമായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എന്ത് പറ്റി നന്ദുവിന്, നേരത്തെ ഉഷാറൊന്നും ഇല്ലല്ലോ എന്ന് ജാനകിയും ചോദിക്കുന്നുണ്ട്. അന്നേരം നയന പറയും, എന്താണെന്ന് ഞാൻ പലതവണ ചോദിച്ചു, അവളൊന്നും പറഞ്ഞില്ല, ബെസ്റ്റ് ഫ്രണ്ട് അനി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഞാൻ അനിയോടും പറഞ്ഞു, നീ ഒന്ന് ചോദിച്ചു നോക്ക്, അവളുടെ മനസ്സിൽ എന്താണെന്ന് ഒന്ന് അറിയാലോ എന്ന് അനിയോടും പറഞ്ഞു. എന്നിട്ട് എനിക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, ഏതായാലും അത് കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഉള്ളൂ എന്ന് നയന പറയുന്നുണ്ട്. എന്നിട്ട് ചായ കുടിക്കാമെന്ന് പറയുമ്പോൾ ജാനകി വേണ്ടാന്ന് പറയും. അന്നേരം ഇവിടെ ആദ്യമായിട്ട് വന്നതല്ലേ, വല്ലപ്പോഴും വരുമ്പോഴേക്കും ചായ കുടിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ചായ എടുക്കാനായിട്ട് നയന അങ്ങോട്ട് പോകാട്ടോ. അന്നേരം ആകെ വിഷമിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് നന്ദുവിനെ അനി. അന്നേരം ജാനകി ചോദിക്കുന്നു, നീ എന്താടാ നന്ദുവിനെ കല്യാണം വിളിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ, കല്യാണം വിളിക്കാൻ സമയമുണ്ടല്ലോ എന്ന് പറയും. എന്നിട്ട് നന്ദുവിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ട് പഠിക്കാൻ പോകുന്ന കാര്യവും പരീക്ഷയുടെ കാര്യമൊക്കെ ചോദിച്ചിട്ട് ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട്, നന്ദുവിന് വിവാഹമൊന്നും ആലോചിക്കുന്നില്ലേ എന്ന്. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, അയ്യോ ഇവളെ കുറച്ച് ശരിക്കും ഒന്ന് അന്വേഷിച്ച് കണ്ടൊക്കെ വേണം കല്യാണം കഴിപ്പിച്ചു വിടാൻ, നയനമോളെ ഏത് വീട്ടിലേക്കും കയറ്റി വിടായിരുന്നു, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, നവയ്ക്ക് പിന്നെ കുറച്ച് കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, അപ്പോൾ ഇവൾക്ക് അങ്ങനെയൊന്നുമില്ല, എങ്കിലും ഇവളുടെ സ്വഭാവം അങ്ങനെയല്ല, ഇവൾക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ആൺപിള്ളേരാണ് കൂടുതൽ, എന്തെങ്കിലും പ്രശ്നം എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ പോയി അങ്ങ് തല്ലും, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്, അതുകൊണ്ട് പുറത്തേക്കൊന്നും പോകണ്ട, അത്യാവശ്യം വീട്ടിലിരുന്ന് പഠിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് പറഞ്ഞേക്കുന്നത് എന്നൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന അനന്തപുരിയിലേക്ക് സാരി വയ്ക്കുന്ന ഒരു പെൺകുട്ടി വരും കേട്ടോ. കുറേ സാരിയായിട്ട് അവനെ ബാഗ് നിറച്ച് സാരി ഉണ്ട്. അന്നേരം ഫ്രണ്ടിൽ തന്നെ ജലജ ഇരിപ്പുണ്ടായിരുന്നു. ജലജേനെ അതൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അങ്ങോട്ട് കനക വരും. അന്നേരം ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഇതൊരു തമ്പുരാട്ടി, ഇവിടെ 2 മരുമക്കളില്ലേ, അവരുടെ അമ്മയാ എന്ന് പറയുമ്പോൾ അവർ നമസ്കാരമൊക്കെ പറഞ്ഞ് സാരിയൊക്കെ എടുത്ത് കാണിക്കുവാണ്. അപ്പം രണ്ടെണ്ണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കനകയ്ക്ക്. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല, ഇതിന് പൈസ കൊടുക്കണം, അത് നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ട് ആദർശ് വരുന്നത്. അന്നേരം ആദർശ് അവിടെ ഇരിക്കുന്ന ഒരു സാരി ഇങ്ങനെ എടുത്തിട്ട്, ഇതിന് എത്ര രൂപ എന്ന് ചോദിക്കുമ്പോൾ വലിയ വിലയൊന്നും ഇല്ലയെന്ന് അവർ പറയുന്നുണ്ട്. ആ സാരി ഇങ്ങനെ കനകയുടെ കൊടുക്കും. അപ്പോൾ 3 എന്നിട്ട് പറയുന്നുണ്ട്, ആ അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മ എടുത്തു, ഞാൻ പൈസ കൊടുത്തോളാം എന്ന് പറയും. അന്തേക്കും അങ്ങോട്ട് ജയം വരുന്നുണ്ട്, അതുപോലെ അഭിയും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഓടി വരുന്നുണ്ട് നമ്മുടെ നവ്യ വന്നിട്ട് കുറേ സാരി ഇങ്ങ് സെലക്ട് ചെയ്യും ചടപെടാന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ ഈ സാരിയൊക്കെ എനിക്ക് വേണം, അഭി നീ ഇതിൻ്റെയൊക്കെ പൈസ അങ്ങ് കൊടുത്തേരെ എന്ന് പറയുക. അന്നേരം ജലജ പറയുന്നുണ്ട്, നീ ഉള്ളതെല്ലാം കൂടെ പെറുക്കിയെടുത്തിട്ട് അതിന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയും, കുഴപ്പമില്ല എടുത്തോട്ടെ, പൈസ ഞാൻ കൊടുത്തോളാം എന്ന് പറയുമ്പം അവിടെ ഇരുന്ന് ജയം പറയുന്നുണ്ട്, അതെന്തിനാണ് നീ കൊടുക്കുന്നത്, അഭിക്ക് 50,000 രൂപ മാസം ശമ്പളം ഉള്ളതാണ്, അതിന് പ്രത്യേകിച്ച് ചിലവുമില്ല, പിന്നെ അവന് സാരി മേടിച്ചു കൊടുത്തു എന്ന് ഓർത്ത് എന്താ കുഴപ്പം, അവൻ്റെ ഭാര്യ സാരി എടുത്തുണ്ടെങ്കിൽ അതിൻ്റെ പൈസ അവൻ കൊടുക്കണം, പ്രത്യേകിച്ച് ഈ സമയത്ത് നവ്യമൊക്കെ ഇഷ്ടമുള്ളതല്ല മേടിച്ചു കൊടുക്കേണ്ടത് അവൻ്റെ കടമയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ജയൻ. അന്നേരം ഇതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ജലജയ്ക്ക്. എന്നിട്ട് അന്നേരം ഇതിങ്ങനെ പറയുമ്പോൾ കനകയും പറയുന്നുണ്ട്, അത് നേരെ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കനകയും പറയും. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഞാൻ പൈസ കൊടുക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത് എന്ന് അഭി ചോദിക്കും. അന്നേരം ജയൻ
ദേവയാൻ ജലജയോട് പറയുന്നുണ്ട്, അവൻ്റെ ഭാര്യയ്ക്ക് എന്ത് മേടിച്ചു കൊടുക്കണമെന്ന് അവൻ തീരുമാനിച്ചോളും, അതിനകത്ത് നീ ഇടപെടണ്ട എന്ന് പറയും. അപ്പോൾ അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ജലജയ്ക്ക്. ജലജ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാട്ടോ. അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട് ആദർശനോട്, നയനമോക്ക് വേണ്ടതൊന്നും നീ എടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, അവളിവിടെ ഇല്ലല്ലോ, ഇല്ലാത്ത ആൾക്ക് എന്തിനാണ് എടുക്കുന്നത് എന്ന് ചോദിക്കുമ്പം, ഇല്ല എന്നോർത്ത് സാരി എടുക്കാൻ മേലൊന്നുമില്ലല്ലോ, എടുത്ത് ഭാര്യ വീട്ടിൽ കൊണ്ട് കൊടുത്തെന്നോർത്ത് കുഴപ്പമില്ല എന്ന് പറയും. ഏതായാലും ജലജ ആ ദേഷ്യത്തിന് നേരെ ദേവേനയുടെ അടുത്തോട്ട് വന്നെ. ദേവേനയ്ക്ക് കുറച്ച് ഡോസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അന്നേരം ദേവേനെ തലമുടിയൊക്കെ കീറി പയ്യെ അവിടെ ഇരിപ്പുണ്ട്. അന്നേരം അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ആ സാരി വിൽക്കുന്ന പെണ്ണില്ലേ, അവൾ വന്നിട്ടുണ്ട്, 2-3 സാരി ആ കനക അവളെടുത്ത് വെച്ചു, അവൾക്ക് ഭയങ്കര ആക്രാന്തമാണ്. ഇതിപ്പം നോക്കി അവൾക്കാണ് സാരി ഒക്കെ എടുത്ത് കൊടുത്തത്, ആദർശ് ഏട്ടത്തിക്ക് എടുത്തു തന്നില്ലോ, ഏട്ടത്തി പുതിയ സാരി എടുത്തിട്ട് എത്ര കാലമായി, ഇതിപ്പം അമ്മയും മക്കളും കൂടി ആനന്ദപുരിയിൽ പിടിമുറുക്കുന്ന അവസ്ഥയാണ് ഞാൻ കാണുന്നത്, ഏട്ടത്തി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേവേന് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല, ഇപ്പം നയന ഇവിടുന്ന് പോയി, അവളോട് പോകണ്ടെന്നോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കണമെന്നോ ഒന്നും അവൻ പറഞ്ഞില്ല, അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, ഏട്ടത്തി അങ്ങനെ ഓർത്തുകൊണ്ടിരുന്നു, ഇതൊക്കെ നടന്ന കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു കുത്തു കൊടുത്തിട്ട് അങ്ങ് പോവാട്ടോ. ഏതായാലും അവിടുന്ന് നേരെ രണ്ടുപേരും ഈ സാരി എല്ലാവരും എടുക്കുന്ന ഇടത്തേക്ക് തന്നെ ഫ്രണ്ടിലോട്ടാണ് വരുന്നത്. ദേവേനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ വന്ന് നിൽക്കുന്നത് ആ പെൺകുട്ടി ഒരു 3 സാരി എടുത്ത് കയ്യിലോട്ട് കൊടുക്കും. അന്നേരം അയ്യോ എനിക്ക് സാരിയൊന്നും വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, പിന്നെ ഈ കളറ് സഹിതം എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സാരിയുമായിട്ട് വന്നത് എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അതേമ്മ ഞാൻ പറഞ്ഞിട്ടാണ് ഈ ചേച്ചി ഇപ്പോൾ വന്നത്, അമ്മയ്ക്ക് വേണ്ടി ഞാൻ എടുത്ത സാരി അത് അമ്മ എടുത്തു എന്നിങ്ങനെ പറയും. അപ്പോഴേക്കും ദേവയാനിക്ക് ഭയങ്കര സന്തോഷമായി. അവിടെ ഒരു തിരിപ്പിനുള്ള ശ്രമം നടത്തിയതാണ് ജലജ, അത് ഫ്ലോപ്പായ സങ്കടത്തിലാണ് ജലജ നിൽക്കുന്നത്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അപ്പച്ചിക്ക് വേണമെങ്കിൽ അപ്പച്ചി എടുത്ത ആ സാരി എടുത്തോ, ഞാൻ പൈസ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ, എനിക്ക് സാരിയുടെ ഒന്നും ആവശ്യമില്ല, ഒരു കട തുടങ്ങാനുള്ള സാരി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയും. അന്നേരം കനക പറയുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത് എന്ന് കനക പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, നിനക്ക് സാരി ഇഷ്ടം പോലെ കിട്ടിയില്ല, അതിൻ്റെ സന്തോഷത്തിലല്ലേ, ഇനിയിപ്പോൾ വേറെ ഒന്നും വേണ്ടല്ലോ, അതുകൊണ്ട് നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും കനക ആ സാരിയൊക്കെ ആയിട്ട് അകത്തോട്ട് പോവുക. അന്നേരം ജയൻ ആദർശനോട് പറയുന്നുണ്ട്, എടാ നീ നയനമോളുടെ ഇഷ്ടം എന്താണ് എന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഓണത്തിന് മുമ്പ് നയനമോൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുത്തേക്കണം, ഇനിയിപ്പോൾ ഓണത്തിന് ഇവിടെ വേറെ സാരി എടുപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, നോക്കാമെന്ന്. അന്നേരം ജയൻ പറയും, അങ്ങനെ നോക്കിയാൽ പോരാ, ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ, ചെയ്യാൻ അച്ഛ എന്ന് പറയും. അതൊട്ടും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. തെളിഞ്ഞു നിന്ന മോഹം അങ്ങ് മങ്ങും ദേവേനയുടെ, ആകെ വിഷമിച്ച് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് ജാനകിയും അനിയൊക്കെ തന്നെയാണ്. അവർ ചായ കുടിച്ച് കഴിയുമ്പം നന്ദുവിനെ കല്യാണം വിളിക്കാൻ പറയുന്നുണ്ട് അനിയോട് ജാനകി. അപ്പോൾ അനി പയ്യെ എഴുന്നേറ്റ് കല്യാണക്കുറിയായിട്ട് നന്ദുവിൻ്റെ അടുത്ത് ചെല്ലുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് എൻ്റെ കല്യാണക്കുറിയാണ്, ഇതിൻ്റെ അകത്ത് ഡേറ്റും സമയവും ഒക്കെ കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ടൈമിൽ അങ്ങോട്ട് വന്നേക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ തലയാട്ടുന്നുണ്ട് നന്ദു. പക്ഷെ നല്ല വിഷമമുണ്ട് എന്ന് മുഖം കണ്ടാൽ നമുക്കറിയാം. അന്നേരത്തേക്കും ഗോവിന്ദൻ പെട്ടെന്ന് വിഷയം മാറ്റാൻ വേണ്ടി, മോളിൽ നിന്ന് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, വേറെ പ്രശ്നമൊന്നും വീട്ടിലുണ്ടാകുകയല്ലോ അതിൻ്റെ പേരിൽ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം ജാനകി പറയുന്നുണ്ട്, പ്രശ്നം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, മോൾക്ക് പിന്നെ മോളുടെ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം നിൽക്കണ്ടേ, ഇതെല്ലാം വീട്ടിലും ഉള്ളതാണ്, പിന്നെ നയനമോൾ ആയതുകൊണ്ടാണ് ഇത്രയും ദിവസം പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അവിടെ അടങ്ങി ഒതുങ്ങി നിന്നത് എന്ന് ജാനകി പറയുന്നുണ്ട്. ഏതായാലും ജാനകി പറയും, ഇനി കുറച്ച് അടുത്തൂടെ കല്യാണം വിളിക്കാനൊക്കെ ഉണ്ട്, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയും. അതുപോലെ നന്ദുവിനോട് വന്നിട്ട് കല്യാണത്തിന് 2-3 ദിവസം മുമ്പേ അങ്ങോട്ട് വന്നേക്കണം, ഇതുപോലെ ആയിരിക്കില്ല, നല്ല സ്മാർട്ടായിട്ട് ഓടി നടക്കണം എന്നൊക്കെ നന്ദുവിനോടും ജാനകി പറയുന്നുണ്ട്. അന്നേരം നന്ദു പറയും, അച്ഛൻ തന്നെയല്ലേ ഉള്ളൂ, ഞാനിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ, അച്ഛനും കൂടെ പോരട്ടെ, പിന്നെ എന്താ പ്രശ്നം എന്ന് പറയും. അപ്പം ഗോവിന്ദൻ പറയും, അങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു ജോലിയല്ലല്ലോ എൻ്റെ, അതുകൊണ്ടാണെന്ന് പറയും. ഏതായാലും അവർ ഇറങ്ങുവാണ്. അപ്പം ബാക്കി എല്ലാവരും അങ്ങ് ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോഴേക്കും വളരെ വിഷമത്തോടെ അനി നന്ദുവിനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അന്നേരം രണ്ടുപേർക്കും നല്ല വിഷമമുണ്ട് കേട്ടോ. അന്നേരം അനി മനസ്സിലോർക്കുക, സ്നേഹിക്കുന്ന പെൺകുട്ടിയെ തന്നെ കല്യാണം വിളിക്കേണ്ടി വന്ന എൻ്റെ പോലത്തെ ഗതികേട് ആർക്കും വരത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ച് അനി അങ്ങ് ഇറങ്ങി പോവാണ്. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയാണ്. മുത്തശ്ശൻ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഗുളിക ഏതാണെന്ന് മുത്തശ്ശിക്ക് അറിയത്തില്ല. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ ഒന്ന് വിളിച്ചു നോക്കുക എന്ന്. അന്നേരം നയനെ വിളിച്ചു നോക്കുമ്പോൾ നയന ഗുളികയുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ മുത്തശ്ശി എന്ന് പറയുമ്പോൾ ചോദിച്ചോളാം എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യും. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോൾ ഇവിടെ ഇല്ലാത്തതിൻ്റെ കുറവ് എല്ലാവരും അറിയുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും, പിന്നെ ഇല്ലേ എന്നിങ്ങനെ പറയും. അന്നേരം പറയുന്നുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും മോൾ 2-3 ദിവസം അവിടെ നിൽക്കട്ടെ, എങ്കിലേ മോളുടെ വില എല്ലാവരും അറിയുള്ളൂ എന്നിങ്ങനെ മുത്തശ്ശൻ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ കാണാതിരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പണ്ട് എൻ്റെ കൊച്ചുമക്കളെ കാണാൻ വേണ്ടിയാണ് ഞാൻ വീട്ടിലേക്ക് ഓടി വന്നുകൊണ്ടിരുന്നത്, ആ സ്ഥാനത്ത് ഒരു മരുമകളുണ്ട്, വീട്ടിലെ എല്ലാ കാര്യങ്ങളും നന്നായി നോക്കി കണ്ട് ചെയ്യുന്ന, ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ എത്തുമ്പോൾ നല്ല രുചിയുള്ള ഭക്ഷണം വിളമ്പുന്ന ഒരു മരുമകൾ, അവൾ പോയതിൽ അവളെ ഇവിടെ ഇല്ലാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്, പക്ഷേ അവളുടെ വില എന്താണെന്ന് ഈ വീട്ടിലുള്ളവർ അറിയണം, അതുവരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്ന മുത്തശ്ശനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.